So in the last lecture we derived the equation for convolution of two signals, that is x of n convolution h of n equal to sigma k equal to minus infinity to infinity x of k h of n minus k, where this symbol represents the convolution. This equation we derived in the last class. Now we are going to discuss about the steps to do convolution. If you have an input signal or a signal x of n and they given the impulse response h of n. What do you mean by impulse response? The response provided by the system when the input is an impulse signal delta. So, and if x of n and h of n are given, how to find the convolution? We know the equation sigma x of k. It is not x of n, it is x of k into h of n minus k for all values of k. This is the equation. And let us check how to find it. First step is represent x of n and h of n as a function of independent variable k. Here you can see in this equation we are using x of k and h of this minus k, where k is independent variable which is varying. So represent x of n and h of n as x of k and h of k. Now we have to find h of n minus k. For that, here we converted h of n into h of k, means we are replacing n with k. Here also in case of x of n we are replacing n with k. Then in the next step we have to calculate h of minus k, because we need this minus k. So we will convert, or we will take the reflection, or we will convert it into h of മൈനസ് കെ. ഇത് നമ്മൾ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ എച്ച് ഓഫ് മൈനസ് കെ കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടിയത്? എൻ മൈനസ് കെ. അപ്പോൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് എച്ച് ഓഫ് മൈനസ് കെ വിത്ത് എൻ. അപ്പോൾ എച്ച് ഓഫ് മൈനസ് കെ പ്ലസ് എൻ എന്നൊരു ഷിഫ്റ്റ് അവിടെ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് എൻ മൈനസ് കെ ഓർ എച്ച് ഓഫ് മൈനസ് കെ പ്ലസ് എൻ എന്നുള്ള വാല്യൂ കിട്ടും. ഇനി എന്ത് ചെയ്യും? എക്സ് ഓഫ് കെ നമ്മൾ കണ്ടുപിടിച്ചു, എന്നിനെ കെ വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ എച്ച് ഓഫ് എൻ മൈനസ് കെ കിട്ടി. അതിൻ്റെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ. എനിക്ക് ഏതൊക്കെ എൻ വാല്യൂസ് വേണോ ആ എല്ലാ എന്നിൻ്റെ വാല്യൂസിന് എന്ത് ചെയ്യും? ഞാൻ ഈ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യും. ഈ സ്റ്റെപ്സ് നമ്മളെവിടെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന വേവ് ഫോം എക്സ് ഓഫ് എൻ ആൻഡ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വേവ് ഫോം ആയിട്ടാണ് തന്നേക്കുന്നത്. അതായത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു സിഗ്നലാണ് എനിക്ക് തന്നേക്കുന്നത്. ഇങ്ങനത്തെ സിഗ്നൽസ് ആയിട്ടാണ് തന്നേക്കുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. മിറർ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ തിരിച്ച് വെക്കാം. ദെൻ ഓരോ എന്നിന് വെച്ചിട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പം ഈ സ്റ്റെപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്സ് എന്ത് ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഫോർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. സിമിലർലി ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ we can write the convolution as we can find the convolution. Before that we can represent x of t equal to integral minus infinity to infinity x of tau del of t minus tau d tau. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനകത്ത് എക്സ് ഓഫ് എന്നിനെ ഒരു ജനറലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞിട്ട് എക്സ് ഓഫ് കെ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കെ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഡെൽറ്റ യൂസ് ചെയ്തു, ടോ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. എക്സ് ഓഫ് ടി എന്നൊരു സിഗ്നലിനെ എനിക്ക് ജനറലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തേക്കുന്നത് ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയതുകൊണ്ടാണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ സമ്മേഷൻ യൂസ് ചെയ്യും. അപ്പോൾ ആ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൽ നമ്മൾ എക്സ് ഓഫ് എന്നിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ എക്സ് ഓഫ് ടീനെ എനിക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ പ്രൊവൈഡിങ് ഡെൽ ഓഫ് ടി ആസ് ദ ഇൻപുട്ട് ടു എ സിസ്റ്റം, ദെൻ ദിസ് ഈസ് ദ ഇമ്പൾസ്, ദെൻ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് എച്ച് ഓഫ് ടി. അത് നമുക്ക് അറിയാം. അവിടെ നമ്മൾ ഡെൽ ഓഫ് എൻ ആൻഡ് എച്ച് ഓഫ് എൻ ആണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡെൽ ഓഫ് ടി കൊടുത്താൽ എച്ച് ഓഫ് ടി ആണ് ഔട്ട്പുട്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ പ്രൊവൈഡിങ് എക്സ് ഓഫ് ടി ആസ് ഇൻപുട്ട്, ദെൻ
we will get y of t as output, which is equal to h of x of t. x of t ഇമ്പൾസ് കൊടുത്താൽ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. ദെൻ എക്സ് ഓഫ് ടി കൊടുത്താൽ അതിൻ്റെ റെസ്പോൺസിനെയാണ് ഞാൻ y of t എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി എക്സ് ഓഫ് ടീനെ എനിക്ക് എങ്ങനെ എഴുതാം? h ഓഫ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഡെൽ ഓഫ് ടി മൈനസ് ടോ ഡി ടോ, വിച്ച് is equal to integral minus infinity to infinity x of tau h of del of t minus tau d tau. ഇതെങ്ങനെയാണ് എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. നമ്മളൊരു റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിച്ചാലും റെസ്പോൺസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഒരു കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് സെയിം ആണ്. അത് നമ്മളവിടെ എന്തിൽ ചെയ്തിട്ടുണ്ട്? ലീനിയാരിറ്റി പ്രോപ്പർട്ടിയിൽ ചെയ്തിട്ടുണ്ട്. ആ സെയിം പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു കാര്യം എഴുതിയേക്കുന്നത്. ഇനി എച്ച് ഓഫ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഓഫ് ടീനെ കൊടുക്കുമ്പോൾ എനിക്ക് എച്ച് ഓഫ് ടി ആണ് ഔട്ട്പുട്ട് കിട്ടുക. ദെൻ ഇഫ് ദ ഇൻപുട്ട് ഈസ് ഡെൽ ഓഫ് ടി മൈനസ് ടോ, ഔട്ട്പുട്ട് വിൽ ബി എച്ച് ഓഫ് ടി മൈനസ് ടോ. സോ വി ക്യാൻ റൈറ്റ് y of t is equal to integral minus infinity to infinity x of tau into h of t minus tau into d tau. This is called convolution integral. This is called convolution integral. That is y of t is equal to x of t convolution h of t. That is equal to integral minus infinity to infinity x of tau h of t minus tau d tau. The convolution equation is very important and this is known as convolution integral. Please remember, this is convolution integral and the previous one for discrete time signal is convolution sum. അവിടെ നമ്മൾ എന്താ എടുത്ത്? സിഗ്മ എന്ന് പറഞ്ഞിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ കൺവല്യൂഷൻ സം എന്ന് പറയുന്നത്. ഹിയർ ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇറ്റ് ഈസ് കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ. സോ ദിസ് ഈസ് ദ സിമ്പിൾ ഫോർ കൺവല്യൂഷൻ ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക? കൺവല്യൂഷൻ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് പറയേണ്ടത്, അപ്പോൾ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ എക്സ് ഓഫ് ടി എന്നൊരു ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വൈ ഓഫ് ടി ആണ്. ആ വൈ ഓഫ് ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും കൂടെ കൺവോൾവ് ചെയ്താൽ മതി. വാട്ട് ഈസ് എച്ച് ഓഫ് ടി? എച്ച് ഓഫ് ടി ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദാറ്റ് സിസ്റ്റം. എക്സ് ഓഫ് ടീനെ ഞാൻ ഏത് സിസ്റ്റത്തിലേക്കാണോ കൊടുക്കുന്നത് അതേ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസാണ് എച്ച് ഓഫ് ടി. അങ്ങനെയെങ്കിൽ എക്സ് ഓഫ് ടി കൊടുക്കുമ്പോഴുള്ള ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും കൂടെ കൺവല്യൂഷൻ ചെയ്യണം. ആ കൺവല്യൂഷൻ്റെ ഇക്വേഷനാണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും തരിക, ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ പർട്ടിക്കുലർ സിസ്റ്റം ഈസ് ദിസ് ആൻഡ് ദിസ് എന്താണെന്ന് തരും. ദെൻ ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഫോർ ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു. എക്സ് ഓഫ് ടി കൊടുത്താൽ എന്ത് ഔട്ട്പുട്ട് കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും, അങ്ങനെയാണ് നമുക്ക് ചോദിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ശരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടീസ് പെട്ടെന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. സോ properties of convolution.